കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നുപോകുന്നത് ഒരു മലയാളിയും സ്വപ്നത്തിൽ പോലും കരുതാതിരുന്നത്ര വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലെ മരണസംഖ്യ 300 കടക്കുമ്പോഴും മറ്റു ജില്ലക്കാർക്കും ആശ്വസിക്കാൻ തക്ക വാർത്തയൊന്നുമല്ല പുറത്തു വരുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ ബാക്കി വെച്ച ജീവനുകൾ ഇനി തിരികെ അവിടേക്കെത്തുമ്പോൾ അവരെ വരവേൽക്കുക ഇത്രകാലവും കാലു ചവിട്ടി നിന്ന മണ്ണും വീടും മക്കളും മാതാപിതാക്കളും അധ്വാനിച്ച് കെട്ടിപ്പടുത്തതൊന്നും അവിടെയില്ല എന്ന യാഥാർത്ഥ്യം മാത്രമായിരിക്കും. ഇനിയും ആ മഹാദുരന്ത ഭൂമിയിൽ നിന്നും കണ്ടെത്താനിരിക്കുന്നതാകട്ടെ 200ഓളം മനുഷ്യരെയാണ്. അവർ എവിടെയെന്നോ എങ്ങനെയെന്നോ പോലും അറിയാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വേദന തിന്നുന്ന ബന്ധുക്കളും ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ പ്രളയജലം അടിവേരറുത്തു കൊണ്ടുപോയ കുടുംബങ്ങളുമെല്ലാം കേരളത്തിന് ഒരു തീരാ നോവാണ്. ദുരന്തഭൂമിയിൽ സ്വന്തക്കാരെ തിരഞ്ഞു നടക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ടാവുക, രക്ഷാപ്രവർത്തകർ കണ്ടെത്തുന്ന ചേതനയേറ്റ മൃതശരീരങ്ങൾക്കിടയിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാരും ഉണ്ടാകല്ലേ എന്ന് തന്നെയാകും. മുണ്ടക്കൈയിലും ചൂരൽമലയിലും നിലമ്പൂരും ചാലിയാർപ്പുഴയിൽ നിന്നുമൊക്കെയായി രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയ മൃതശരീരങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും എല്ലാം കഥ കേൾക്കുമ്പോൾ ഏതൊരാളും ആഗ്രഹിച്ചു പോകുന്നത് ഇനി ഒരിക്കലും അത്തരമൊരു വിധി ഒരു മനുഷ്യനും വരുത്തരുതേ എന്ന് തന്നെയാണ്. അപ്പോഴും വയനാടിന് സമാനമായ മറ്റൊരു ദുരന്തം ഏത് നിമിഷവും ഞങ്ങളെയും തേടി വന്നേക്കാമെന്ന ഭയത്തോടെ തന്നെയാണ് ജൂലൈ 30-ന് ശേഷമുള്ള ഓരോ ദിവസവും മലയാളികൾ തള്ളി നീക്കുന്നത്. ഇതിനൊക്കെ പിന്നാലെയാണ് കേരളത്തിൽ ആലപ്പുഴ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളാണെന്ന വിവരം പുറത്തു വരുന്നത്. രാജ്യത്തെ 4,20,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായാണ് ISRO പുറത്തിറക്കിയ ലാൻഡ്സ്ലൈഡ് അറ്റ്ലസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആലപ്പുഴ ഒഴികെ മറ്റെല്ലാ ജില്ലകളും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളായി ഉൾക്കൊള്ളുന്നതിനാൽ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉരുൾപൊട്ടൽ സാധ്യതാ ഭൂപടത്തിൽ കേരളം 6ാം സ്ഥാനത്താണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിൽ 90,000 കിലോമീറ്റർ കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട കൊങ്കൺ പ്രദേശങ്ങളിലാണെന്നും അറ്റ്ലസിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തെ അപേക്ഷിച്ചിടത്തോളം ഉയർന്ന ജനസാന്ദ്രത എന്നതും വലിയൊരു വെല്ലുവിളിയാണ്. ഒരു ചെറിയ ഉരുൾപൊട്ടൽ പോലും വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കുന്നതിന് ഇത് വഴിതെളിച്ചേക്കാമെന്നതും ഓരോ മലയാളിയുടെയും ഭയത്തിന് ആക്കം കൂട്ടുകയാണ്. ഇത്രയധികം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും സർക്കാരിൽ നിന്ന് മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോഴും കേരളത്തിൽ പണ്ടെങ്ങുമില്ലാത്ത വിധത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിൽ 13% ഭൂപ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്ന പ്രദേശങ്ങളാണെന്നായിരുന്നു മിഷിഗൺ ടെക്നോളജി യൂണിവേഴ്സിറ്റിയും പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയുമായി ചേർന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നടത്തിയ പഠനത്തിലും വ്യക്തമാക്കിയിരുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്നതാകട്ടെ ചെരിവുള്ള പ്രദേശങ്ങളിൽ റോഡ് നിർമ്മാണത്തിനായി വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും അശാസ്ത്രീയമായ രീതികളെക്കുറിച്ചുമാണ്. അതായത് ഇന്ന് മനുഷ്യൻ നടത്തിവരുന്ന വികസനങ്ങളൊക്കെ തന്നെ മരണത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്നത് തന്നെ. പണ്ട് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു വെച്ചതും ഇത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഒരുപക്ഷെ ഇന്ന് എല്ലാ മലയാളിയും ഓർക്കുന്നുണ്ടാകാം. അന്ന് അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയായിരുന്നു: പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. 2013-ൽ മാധവ് ഗാഡ്ഗിൽ പങ്കുവച്ച ഈ ആശയത്തെപ്പറ്റി ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.